നമസ്കാരം, ഞാൻ ജസ്റ്റിൻ ജോസഫ്, നിങ്ങളുടെ മാർക്കോണ്. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മളെല്ലാം പ്രിയങ്കരനായ നടുപ്പിൽ നായകൻ സൂര്യണ്ണൻ്റെ പടം ഇന്ന് റിലീസായി, റെട്രോ. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയാണ്ട് വന്നിരിക്കുന്നതാണ്. പടം ഒറ്റ ബാക്കി പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിടിലം പടം, ഇടിക്കിടി, സെൻറ്റിക്ക് സെൻറ്റി, ലവ് എല്ലാം ഉണ്ട്. എൻ്റർടൈൻമെൻറ്റ് പടം, പക്കാ കമേഴ്ഷ്യൽ പടം, എല്ലാ ഭാഷക്കാർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. കിടിലം പടം വെച്ചാൽ കിടിലം പടം. സൂര്യ സാർ അടിച്ച് തകർത്തിരിക്കുക. ഇത് പടം തീരും എഴുതി കാണിക്കുന്നത് ഒരു കാർത്തിക് സുബരാജ് പടം എന്നാണ് എഴുതി കാണിക്കുന്നത്. ഞാൻ പറഞ്ഞത് കാർത്തിക് സുബരാജ് പടം എന്നല്ല, ഇത് സൂര്യണ്ണൻ പടം തന്നെയാണ്. കാരണം ഞാൻ ഇത്ര ഇടി പ്രതീക്ഷിച്ചില്ല. എനിക്കാണ് മാസത്തിനോട് വലിയ താല്പര്യം. ഇടിയുള്ള പടം ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്തൊരു 10-15 ഇടിയെങ്കിലും കാണും, അത് കൂടിയെങ്കിലും ഉള്ളൂ. എല്ലാം കിടിലും ഇടി, ഇച്ചിരി എല്ലാം നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാർഷൽ ആർട്സ് പരിപാടി കാണുന്നത് സൂര്യണ്ണൻ്റെ അടിപൊളി പരിപാടി, നല്ല അടിപൊളിയായിട്ട് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. കിടിലം പടം. അതിൻ്റെ സ്റ്റോറി ഒന്നും ഞാൻ പറയുന്നില്ല. സ്റ്റോറി പറഞ്ഞാൽ ശരിയാ, നിങ്ങൾക്ക് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി പോകും. അതുകൊണ്ട് സ്റ്റോറി പറയുന്നില്ല. പടം നിങ്ങൾ ടിക്കറ്റ് എടുത്തു, ക്യാഷ് മുതലാവും. ഈ മാർക്കോണെന്നാണ് പറഞ്ഞാൽ ക്യാഷ് മുതലാവും. കിടിലം പടമാണ്, നിങ്ങളെ നിരാശപ്പെടുത്തില്ല. കങ്ക് പോലൊന്നുമല്ല, നിങ്ങളെ നിരാശപ്പെടുത്തില്ല. കിടിലം അഭിനയം, കിടിലം ആക്ഷൻ, നല്ല സ്റ്റോറിയാണ്, നല്ല ബാക്ക്ഗ്രൗണ്ടാണ്. ബിജിഎമ്മൊക്കെ പൊളി ബിജിഎമ്മാണ്, ഒരു രക്ഷയില്ല. കിടിലം ബിജിഎം. വില്ലനും നല്ല ബിജിഎമാണ്, നായകനെ സൂര്യനും നല്ല ബിജിഎമാണ്. പിന്നെ നമ്മുടെ ജോർജ് ഉണ്ട്, ജയറാമേട്ടനുണ്ട്, മലയാളത്തിൽ ഒത്തിരി പേരുണ്ട്. പിന്നെ രമ്യ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ട്, ആ ആർട്ടിസ്റ്റാണ് സൂര്യണ്ണൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. അതൊക്കെ ക്ലൈമാക്സിലേ മനസ്സിലാകത്തുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നത് സൂര്യണ്ണൻ്റെ ചെറുപ്പത്തിലെ അമ്മയെ കാണിക്കാൻ സ്വാസിയാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയത്തില്ല. ഒരു ജസ്റ്റ് ഒന്ന് നേരിയത് പോലെ കാണിക്കുന്നുണ്ട്, ഒരു ഓർമ്മ പോലെ. സ്വാസിയാണെന്നോ, അങ്ങനെ മലയാളികൾ ഒത്തിരി ഉണ്ട്. ജോർജിന് ആദ്യം മുതൽ അവസാനം വരുന്ന റോളുണ്ട്, നല്ല റോളാണ്. എന്നാ റോളെന്നൊന്നും പറയുന്നില്ല. ജയറാമേട്ടൻ റോള് ഞാൻ പറയാം. ജയറാമേട്ടൻ തമിഴ് പോയി ചെയ്യുന്ന കണക്ക്, തെലുങ്കിലൊക്കെ പോയി ചെയ്യുന്ന കണക്ക് കോമഡിയാണ്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച കണക്ക് ചളി കോമഡി ഒന്നുമല്ല, സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട് പടം. നല്ല രീതിയിൽ ജയറാമേട്ടൻ ചെയ്തിട്ടുണ്ട്. ജയറാം ചേട്ടനാണ് പറ്റത്തുള്ളത്, പടിയോലിന് ചെയ്യാൻ പറ്റുന്ന റോളാണ്. പക്ഷേ ജയറാമേട്ടനെ പറ്റത്തുള്ളൂ കണ്ടപ്പോൾ മനസ്സിലായി. അത് എല്ലാവരും വിചാരിക്കും മലയാളത്തിൽ പോയി ഒരു സ്റ്റാർ പോയി ചളി സാധനമൊക്കെ ചെയ്യുന്നു വിചാരിക്കും. പക്ഷേ ഇത് കണ്ടപ്പോൾ മനസ്സിലായി ജയറാമേട്ടനെ പറ്റത്തുള്ളൂ. അത് ചളി എന്ന് പറയാൻ പറ്റത്തില്ല. ജയറാമേട്ടൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നായി നല്ല പ്രാധാന്യമാണ്. ക്ലൈമാക്സ് ആണ്, പോളി ക്ലൈമാക്സ്, അടിപൊളി ക്ലൈമാക്സ്. നല്ലൊരു മെസ്സേജും തരുന്നുണ്ട്. ഞാൻ കഥ പറയുന്നില്ല, കഥ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകും, സ്പോയിലറാകും. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. പടം നല്ല സൂപ്പർ പടമാണ്. നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് നിരാശപ്പെടുത്തില്ല. നല്ലൊരു പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ പടമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സൂര്യൻ ഇത്ര നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടില്ല, പോയി കണ്ടു.